ഹായ് ഫ്രണ്ട്സ്, എഡ്യൂപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെഡിക്കൽ രംഗത്തെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സായ ബാച്ചലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി അഥവാ BCVT കോഴ്സിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവയാണ്. BCVT കോഴ്സ് എന്നാൽ എന്താണ്? കേരളത്തിൽ ഈ കോഴ്സിന് എത്ര സീറ്റ്സ് ഉണ്ട്? ഗവൺമെൻറ് കോളേജുകളിൽ മെറിറ്റ് സീറ്റ്സ് എത്ര ഉണ്ട്? പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് എത്ര? ഈ കോഴ്സിന് വേണ്ട യോഗ്യത, പിന്നെ സെലക്ഷൻ പ്രോസസ്സ് എപ്രകാരമാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ കോഴ്സ് ഫീസ്, കരിയർ പ്രോസ്പെക്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ BCVT കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ബാച്ചലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി അഥവാ BCVT എന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട പരിശോധനകളും ചികിത്സാ പ്രക്രിയകളും കൈകാര്യം ചെയ്യുന്ന ഒരു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സാണ്. ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി, ECG, TMT, എക്കോ തുടങ്ങിയ അഡ്വാൻസ്ഡ് കാർഡിയാക് പ്രൊസീജിയറിൽ കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് കാർഡിയോ വാസ്കുലർ ടെക്നോളജിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഈ കോഴ്സിൻ്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു കോഴ്സാണ്. ഈ കോഴ്സിന് സീറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാൻ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പഠിച്ചിറങ്ങുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുകയും ചെയ്യും. ഇനി കേരളത്തിലെ BCVT കോഴ്സിനുള്ള സീറ്റ്സ് എത്രയാണെന്ന് നോക്കാം. ഗവൺമെൻറ് സെക്ടറിൽ ഈ കോഴ്സ് കേരളത്തിലെ 4 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് ഉള്ളത്. മൊത്തം സീറ്റ്സ് ആകട്ടെ വെറും 22 മാത്രം. ഇനി ഈ കോഴ്സ് നടത്തുന്ന ഗവൺമെൻറ് കോളേജുകളും ഓരോ കോളേജുകളിലെ സീറ്റും എത്രയാണെന്ന് നോക്കാം. 1 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം 5 സീറ്റുകൾ, 2 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 4 സീറ്റുകൾ, 3 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം 4 സീറ്റുകൾ, 4 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ 4 സീറ്റുകൾ, 5 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ 5 സീറ്റുകൾ. ഈ 5 മെഡിക്കൽ കോളേജുകളല്ലാതെ കേരളത്തിലെ മറ്റൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും BCVT കോഴ്സ് ലഭ്യമല്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി പ്രൈവറ്റ് കോളേജുകളിലുള്ള സീറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ്: ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പറഞ്ഞതുപോലെ പ്രൈവറ്റ് മേഖലയിൽ ഈ കോഴ്സിന് അനുവദിച്ചിട്ടുള്ള സീറ്റ്സ് എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ 6 സീറ്റുകൾ മാത്രമാണ് ഈ കോഴ്സിനുള്ളത്. അതായത് ഓരോ കോളേജിലും 3 സീറ്റുകൾ വീതം. അപ്പോൾ കേരളത്തിൽ മൊത്തം BCVT കോഴ്സിന് മൊത്തത്തിൽ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും കൂടി ആകെ ഉള്ളത് 28 സീറ്റുകൾ മാത്രമാണെന്ന് ശ്രദ്ധിക്കുക. ഇനി BCVT കോഴ്സിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ് എന്ന് മനസ്സിലാക്കാം. BCVT കോഴ്സിന് അപ്ലൈ ചെയ്യാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി PCB സബ്ജക്റ്റുകളിൽ +2 പാസ്സായിരിക്കണം. കൂടാതെ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കുകയും വേണം. ഗവൺമെൻറ് കോളേജുകളിലേക്കുള്ള മെറിറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ LBS പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള LBS പോർട്ടലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പ്രൈവറ്റ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിൽ, അതായത് കോളേജിൽ നേരിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. ചില കോളേജുകളിൽ മാനേജ്മെൻറ്റ് കോട്ടയ്ക്കും മിനിമം കട്ട് ഓഫ് മാർക്ക് വേണ്ടി വന്നേക്കാം. ഇനി ഫീസ് ഡീറ്റെയിൽസ് നോക്കാം. ഗവൺമെൻറ് കോളേജുകളിൽ ഫീസ് ഏകദേശം 1 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീസായി വരുന്നത്. മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് സാധാരണയായി കോസ്റ്റ്ലി ആയിരിക്കും. ഇനി BCVT കോഴ്സിന് നീറ്റ് നിർബന്ധമാണോ എന്ന് നോക്കാം. കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷന് നീറ്റ് ആവശ്യം വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ഈ ചാനലിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഇനി കരിയർ പ്രോസ്പെക്ട്സിനെ കുറിച്ച് പറയാം. വളരെ മികച്ച അവസരങ്ങളാണ് BCVT കോഴ്സ് പാസ്സായ ശേഷം പുറത്തിറങ്ങുന്നവർക്ക് ലഭിക്കുന്നത്. പഠിച്ചിറങ്ങുന്നവർ കുറവായതും കൂടുതൽ അവസരങ്ങൾ ഉള്ളതുമാണ് മുഖ്യ കാരണങ്ങൾ. ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ കാർഡിയോ വാസ്കുലർ ടെക്നോളജിസ്റ്റിന് പൊതുവെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഫ്രഷേഴ്സിന് ഇന്ത്യയിൽ തുടക്കത്തിൽ തന്നെ പ്രതിമാസം ഏകദേശം 40,000 രൂപ മുതൽ 50,000 രൂപ വരെ ലഭിക്കാറുണ്ട്. കാർഡിയോ വാസ്കുലർ ടെക്നോളജിസ്റ്റിന് ജോലി ലഭിക്കുന്ന പ്രധാന മേഖലകൾ ഇവയാണ്: ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, കാർഡിയാക് കെയർ യൂണിറ്റ്സ്, കാത്ത് ലാബ്സ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹാർട്ട് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ്, ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെ സ്പെഷ്യാലിറ്റി ഹാർട്ട് സെൻ്ററുകൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ BCVT കോഴ്സ് ഒരു ഹൈ ഡിമാൻഡ്, ലിമിറ്റഡ് സീറ്റുള്ള ഒരു പ്രീമിയം മെഡിക്കൽ കോഴ്സാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് വളരെ മികച്ച ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ്. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. BCVT അഡ്മിഷൻ ഗൈഡൻസിനും BSc റേഡിയോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BPT, BSc റേഡിയോതെറാപ്പി, BSc MLT, BSc അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജി, BSc ഡയാലിസിസ്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സ്,
ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തുടങ്ങിയ കോഴ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മറുപടി നൽകുന്നതാണ്. കോഴ്സുകളെ പറ്റിയുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അറിയിക്കട്ടെ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.